നമസ്കാരം. നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പ്രതിപാദിക്കാതെ ഒരു ദിവസവും കടന്നു പോകാറില്ല. കാരണം അദ്ദേഹം മഹാനായതുകൊണ്ടല്ല. അടിസ്ഥാനപരമായിട്ട് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു ശുഷ്കാന്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിന് രാജ്യത്തോടുള്ള കടപ്പാടിനും കൂറിനും ഇക്കാര്യങ്ങൾക്കൊക്കെ കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനു മുൻപേ അദ്ദേഹത്തെ രാജ്യത്തെ ജനങ്ങൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി അവരോധിച്ചേനെ. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തികളും അദ്ദേഹത്തിന് വിമർശകർ വിളിക്കുന്ന പപ്പു, രാജ്യവിരുദ്ധൻ തുടങ്ങിയ നാമങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ളതാണ്. എടുത്തു പറയുവാനുള്ള കാരണം, കുറച്ചു കാലം മുമ്പ് രാഹുൽ ഗാന്ധി വളരെ സജീവമായി തന്നെ ഭാരതത്തിൻ്റെ നിർമ്മിത ബുദ്ധിയെ, ഭാരതത്തിൻ്റെ സാങ്കേതിക വിദ്യാ തലത്തിലുള്ള വളർച്ചയും സംബന്ധിച്ച് ഒരു പ്രതികൂലമായ പ്രചാരണം അഴിച്ചുവിട്ടിരുന്നു. നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ഭാരതം ഒട്ടും വിജയം കൈവരിച്ചിട്ടില്ല, ഒരു വിജയവും കൈവരിച്ചിട്ടില്ല. തന്നെയുമല്ല, അമേരിക്കയും ചൈനയും ഭാരതത്തെക്കാൾ ഒരുപാട് മുന്നിലാണ്. അടിസ്ഥാനപരമായിട്ട് അമേരിക്കയുടെയും ചൈനയുടെയും നിർമ്മിത ബുദ്ധികൾ മറ്റ് രാജ്യങ്ങൾ വാങ്ങണമെന്ന തരത്തിലുള്ളൊരു പ്രചാരണമായിരുന്നു രാഹുൽ ഗാന്ധി അഴിച്ചുവിട്ടത്. തന്നെയുമല്ല, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, തത്വമയി ന്യൂസും പ്രേക്ഷകർക്ക് മുമ്പിൽ ആ വാർത്തയും അതിൻ്റെ വിശകലനങ്ങളും അവതരിപ്പിച്ചതാണ്. ഭാരതത്തിൽ നടന്ന, ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അഭിമാനത്തോടെ ഭാരതം തലയുയർത്തിപ്പിടിച്ചു നിന്ന AI സമ്മിറ്റിൽ, നിർമ്മിത ബുദ്ധിയുടെ ഒരു സമ്മേളനത്തിൽ, ആഗോള സമ്മേളനത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കുവാനായി യൂത്ത് കോൺഗ്രസ്സുകാരെ തുടലഴിച്ചു വിട്ട വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അത് ഭാരതത്തിനെ സംബന്ധിച്ച് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു നകാരാത്മകമായ എന്തെങ്കിലും ഒരു വാർത്ത പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കുവാനല്ല, സകാരാത്മകമായിട്ടുള്ള ഒരു കാര്യം പറയുവാനാണ്. അതുതന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് എപ്പോഴും നേരിടുന്ന ഒരു തിരിച്ചടി. കാരണം മറുവശത്ത് രാഹുൽ ഗാന്ധി എതിരിടുന്നത് നരേന്ദ്രമോദിയെയും BJPയെയും പോലെ, നരേന്ദ്രമോദിയെ പോലൊരു വ്യക്തിയെയും BJPയെ പോലൊരു രാഷ്ട്രീയ കക്ഷിയുമാണ്. അവരുടെ ആന്തരികമായിട്ടുള്ള രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, BJP ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവരുടെ ആന്തരിക രാഷ്ട്രീയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇതെല്ലാം ഒരു നിമിഷത്തേക്കൊന്ന് മാറ്റിവെക്കൂ. എന്നിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. അടിസ്ഥാനപരമായിട്ട് രാജ്യത്തെ പ്രതി അവരെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഓരോ ചുവടുവെപ്പും രാജ്യത്തിൻ്റെ നന്മയും അഭിവൃദ്ധിയും കരുതിയാണ്. ഇതിൽ തർക്കങ്ങൾ ഉന്നയിക്കുന്നവരും അല്ല എന്ന് പറയുന്നവരും എല്ലാം ഉണ്ടാകും. പക്ഷേ അവർക്ക് പോലും ഉള്ളിൻ്റെ ഉള്ളിലറിയാം അതാണ് സത്യമെന്നുള്ളത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും അതിൻ്റെ സദ്ഫലങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് നമ്മുടെ തത്വശാസ്ത്രം, സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രചാരണവുമല്ല ഈ വീഡിയോ. പറഞ്ഞു വന്നത്, ഇപ്പോൾ ഭാരതത്തിൻ്റെ നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ പേയ്മെൻറ്റ്, ഇവയെല്ലാം സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഒരു വാണിജ്യ തലത്തിൽ നമ്മെ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ ഉദാഹരണം സ്ലൊവാക്യയുടെ പ്രധാനമന്ത്രി ഇക്കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം സാങ്കേതിക വിദ്യയുടെ എല്ലാ മേഖലകളിലും ഭാരതം അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിലും ഡിജിറ്റൽ പേയ്മെൻറ്റ്, പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും സേവനങ്ങളും എല്ലാം ഡിജിറ്റലൈസ്ഡ് ചെയ്യുന്നതിലും, കമ്പ്യൂട്ടറൈസ്ഡായ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ മുതൽ സേവനങ്ങളെല്ലാം ഡിജിറ്റലായി പേപ്പറുകൾ ഇല്ലാത്ത ഒരു സേവന വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നതിലുമെല്ലാം ഭാരതം കൈവരിച്ച നേട്ടങ്ങളും മുന്നേറ്റങ്ങളും അത്ഭുതാവഹമാണ്. അതുകൊണ്ട് തന്നെ സ്ലൊവാക്യയും ഭാരതവുമായി അടിസ്ഥാനപരമായിട്ട് നിർമ്മിത ബുദ്ധിയുടെ വിപണനം സംബന്ധിച്ച് കരാറുകൾ ഒപ്പിടുകയും മുന്നോട്ട് പോവുകയും ചെയ്യുവാൻ തീരുമാനിച്ചതായി അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രചാരണവുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണോ ആ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടത്, ആ പ്രചാരണങ്ങൾക്ക് നേർവിപരീതമായ ഫലങ്ങളാണ് ഭാരതത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, രാഹുൽ ഗാന്ധി എന്തിനെ നിരാകരിക്കുന്നു അല്ലെങ്കിൽ എന്തിനെതിരെ ഭാരതത്തിൽ പ്രചാരണം നടത്തുന്നു, ആ വസ്തുവോ ആ കാര്യമോ അല്ലെങ്കിൽ ആ വ്യക്തിയോ നല്ലതാണ് എന്ന് സാമാന്യ ജനത്തിന് ബോധ്യം വരുന്നൊരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഒരു, നമ്മുടെയൊക്കെ ഗ്രാമ്യമായ ഭാഷയിൽ പറയില്ലേ, കരിങ്കണ്ണൻ, അസൂയ കുക്ഷി, ഒരു കുശുമ്പ്, ഇതൊക്കെ കൊണ്ട് നടക്കുന്ന, ഇത്തരത്തിലുള്ള വികാരങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു ലോ ലെവൽ ഹ്യൂമൻ ബീയിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഒരു
താഴ്ന്ന നിലവാരത്തിൽ ചിന്തിക്കുന്ന, ജീവിക്കുന്ന എന്ന് പറയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പൂർവികർ ഭാരതത്തിൽ നിന്ന് ആർജിച്ച സമ്പത്തും സൗകര്യങ്ങളുമൊക്കെ ഉള്ളത് കാരണം വളരെ ഹൈ ലെവലിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. പക്ഷേ താഴ്ന്ന നിലവാരത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. പക്ഷേ ആ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവവിശേഷം ഭാരതത്തെ ബാധിക്കുമ്പോഴാണ് നമ്മുടെ ജനങ്ങളെ, നമ്മുടെ അഭിവൃദ്ധിയെ, നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തെ, പരമവൈഭവം കൈവരിക്കുവാൻ ശ്രമിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യുമ്പോഴാണ് അത് ഒരു പൊതുശല്യമായി മാറുന്നത്. അത്തരത്തിലൊരു പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി, അഥവാ വിമർശകരുടെ ഭാഷയിലെ പപ്പു. ഇത്തരത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രചാരണങ്ങളെല്ലാം അദ്ദേഹത്തിന് പലപ്പോഴും തിരിച്ചടിയാവുന്നത് കൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം സ്ഥിരം ഭാവി പ്രധാനമന്ത്രിയായി തുടരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഈ ഭാരതത്തിൻ്റെ അഭിവൃദ്ധിയിൽ ഇത്രയും അസ്വസ്ഥതയുണ്ടാകുവാനുള്ള കാരണം? അതിന് വ്യക്തിപരമായി ഞാനൊന്ന് വിശകലനം ചെയ്തപ്പോൾ 2 കാരണങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പലപ്പോഴും എടുത്തു പറയാറുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ജനനം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തിൻ്റെ അധികാരം നമ്മുടെ കുടുംബ സ്വത്താണ്. പ്രധാനമന്ത്രിയാകുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ജന്മാവകാശമാണ്. ആ ജന്മാവകാശത്തെയാണ് 2014 ഒരു ചായ വിൽപ്പനക്കാരൻ നിസ്സാരമായി പിഴുതെറിഞ്ഞു കളഞ്ഞത്. അതിൻ്റെ ഒരു പകയും അമർഷവും, അതിനുശേഷം ആ ചായക്കാരനെ ഒരിക്കൽ പോലും തോൽപ്പിക്കുവാൻ നിരന്തരമായി പല രീതിയിൽ പല കുത്തിത്തിരിപ്പുകളുണ്ടാക്കി പല പ്രശ്നങ്ങളുണ്ടാക്കുവാൻ ശ്രമിച്ച് ഒക്കെ നടത്തിയ ശ്രമങ്ങളെല്ലാം അമ്പേ പരാജയപ്പെട്ടതിൻ്റെ അമർഷം, നിരാശാബോധം, ദേഷ്യം, അസൂയ, നേരത്തെ പറഞ്ഞ കുശുമ്പ് തുടങ്ങിയ വികാരങ്ങളെല്ലാം കൂടി ഉള്ളിൽ തിക്കുമുട്ടി ഉണ്ടാകുന്ന കാരണമാണ് ഒന്ന്. രണ്ടാമത്തെ കാരണം കുറച്ചും കൂടി ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ കുറേയൊക്കെ സാധൂകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അടിസ്ഥാനപരമായിട്ട് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ, ഒരു പരിധിവരെ അമേരിക്ക പോലും ഭാരതത്തിൻ്റെ ഒരു പരിധിക്ക് മേലുള്ള വളർച്ചയും മുന്നേറ്റവും ആഗ്രഹിക്കുന്നില്ല. അത് തടയുവാനുള്ള ശ്രമങ്ങൾ അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ശക്തികളുടെ ഒരു കളിപ്പാവയായി പ്രവർത്തിക്കുവാൻ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് MOU പോലും ഒപ്പിട്ട് കൊടുത്തൊരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കോൺഗ്രസും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചൈനയുമായി 2004 ഇവർ ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സുപ്രീം കോടതിയുടെ പോലും വിമർശനത്തിന് പാത്രമായതാണെന്ന് ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു ഈ അവസരത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തൻ്റെ യജമാനന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ താൻ ആരുടെ കളിപ്പാവയായിട്ടാണോ ഈ ഭാരതത്തിൻ്റെ രാഷ്ട്രഭൂമികയിൽ നടമാടുന്നത്, അല്ലെങ്കിൽ ഏത് ഭൂമികയാണോ താൻ അവർക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത്, ആ ഭൂമികയോടുള്ള ആത്മാർത്ഥത കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവൃത്തികൾക്ക് കാരണമെന്ന് പറയാം. അതാണ് രണ്ടാമത്തെ കാരണം. ഈ 2 കാരണങ്ങളും ഭാരതത്തെ സംബന്ധിച്ച് വിനാശകരമാണ്, അല്ലെങ്കിൽ ദോഷകരമാണ് എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നും വേണ്ട. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന വ്യക്തി ഒരു പൂർണ്ണമായും രാജ്യവിരുദ്ധതയിലേക്ക് ഓരോ ദിവസവും ചുവട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാനസികമായി അദ്ദേഹം ഇപ്പോൾ തന്നെ പൂർണ്ണമായും ഒരു രാജ്യവിരുദ്ധനായി കഴിഞ്ഞിരിക്കാം. പക്ഷേ പൂർണ്ണമായിട്ടും നിയമപരമായിട്ട് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളനുസരിച്ച് ഒരു രാജ്യവിരുദ്ധനോ രാജ്യദ്രോഹിയോ ആയി അദ്ദേഹത്തെ പ്രഖ്യാപിക്കുവാനുള്ള ഒരു പ്രവർത്തനങ്ങളും അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ തെളിവുകളോടുകൂടി പൊതുമണ്ഡലത്തിൽ എത്തപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പൊതുമണ്ഡലങ്ങളുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. രഹസ്യാന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ ഒരു ക്യാവിയാറ്റിട്ടാണ് ഞാൻ പറയുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഉണ്ടെങ്കിൽ തന്നെ അവർ അതിന് തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഒരുപക്ഷെ പൊതുമണ്ഡലത്തിൽ, പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ അത്തരത്തിൽ നിയമപരമായി അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് വിളിക്കുവാനുള്ള പ്രവർത്തികളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്. പക്ഷേ ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് എതിരെ നിൽക്കുന്ന, പ്രതിലോമമായി പ്രവർത്തിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാകുന്നുണ്ട്. അതിന് അദ്ദേഹം ഈ ജിഹാദികൾ എടുത്തണിയുന്ന അതേ മുഖംമൂടി തന്നെയാണ് ആ പ്രതികൂല പ്രവർത്തനങ്ങളെ മറയ്ക്കുവാനായി എടുത്തണിയുന്നത്. നരേന്ദ്രമോദി വിരോധം, BJP വിരോധം, ജിഹാദികൾ ചെയ്യുന്നൊരു സ്ഥിരം കലാപരിപാടിയുണ്ടല്ലോ, RSS വിരോധം എന്നുള്ള ഒരു മുഖംമൂടി അണിഞ്ഞ് ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിക്കുക, കാഫിറുകളെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുക, കാഫിറുകളുടെ ആചാരങ്ങളെ അപഹസിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒരു
ജിഹാദി ഗംഗയിൽ കാർക്കിച്ചു തുപ്പണമെന്ന് പറഞ്ഞ വസ്തുത, ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ച് തത്വമയി ന്യൂസ് ഒരു സെഗ്മെൻറ്റ് പ്രേക്ഷകരുമായി പങ്കുവയ്ച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ജിഹാദികൾ അണിയുന്ന അതേ മുഖംമൂടി തന്നെയാണ് നരേന്ദ്രമോദി വിരോധം, BJP വിരോധം എന്ന മുഖംമൂടി തന്നെയാണ് രാഹുൽ ഗാന്ധിയും എടുത്തണിഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദിയോട് അദ്ദേഹത്തിന് വിരോധമുണ്ട്. കാരണം അദ്ദേഹം ആരുടെ കളിപ്പാവിയായിട്ടാണോ പ്രവർത്തിക്കുന്നത്, അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ ഒരു ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടിനും തടസ്സമായി നിൽക്കുന്ന പ്രവർത്തികളാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അടിസ്ഥാനപരമായിട്ട് ആ പ്രവർത്തനങ്ങളുടെ എല്ലാം ഏകാത്മകമായിട്ടുള്ള ഫലം വന്നു ചേരുന്നത് ഭാരതത്തിൻ്റെ വികസനത്തിലാണ്. ഭാരതത്തിൻ്റെ വികസനം തന്നെയാണ് അവർക്ക് പ്രതികൂലമായി ബാധിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവർ പ്രതികൂലമായി കാണുന്ന കാര്യം. സഹകരണം എന്നുള്ളത് അവരുടെ പട്ടികയിലേ ഇല്ലാത്ത, അവരുടെ മനോഭാവങ്ങളിലോ മാർഗരേഖകളിലോ ഒന്നുമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ സഹകരണം എന്നുള്ളൊരു പ്രക്രിയ എപ്പോഴും മറ്റ് രാജ്യങ്ങളുമായി, സൗഹൃദ രാജ്യങ്ങളുമായി എല്ലാ കാര്യത്തിലും സഹകരിച്ച് മുന്നോട്ട് പോവുക, അവരെ സഹായിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരാശയം ഭാരതത്തിന് എല്ലാ കാലവും ഉണ്ടായിരുന്നു. ഭാരതീയ സംസ്കാരത്തിൽ തന്നെ അത് അടങ്ങിയിട്ടുണ്ട്. നരേന്ദ്രമോദി അത് വളരെ ക്രിയാത്മകമായും കാര്യക്ഷമമായും ഭാരതത്തിന് പ്രയോജനപ്രദമായ രീതിയിലും കൈക്കൊണ്ടിട്ടുണ്ട്, പ്രായോഗികമായി പ്രവർത്തിച്ച് കാണിച്ചിട്ടുമുണ്ട്. അതിൻ്റെ സദ്ഫലങ്ങൾ ഭാരതത്തിന് വന്നു ചേർന്നിട്ടുമുണ്ട്. അത്തരത്തിലുള്ള പ്രവൃത്തിയും ആശയങ്ങളുമായി നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തോട് അമർഷം തോന്നുന്നതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ആ അമർഷം എന്നുള്ളത് ഒരു മുഖംമൂടിയായി മാറുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഭാരതത്തിനെതിരെ ആയി മാറുമ്പോഴാണ്. ഭാരതത്തിനെതിരെയുള്ള ആ പ്രവർത്തനങ്ങളെ അദ്ദേഹം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്ഥിരമായി ഭാവി പ്രധാനമന്ത്രിയായി തുടരുമെന്നും ഉള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് എത്ര കാലം ഇങ്ങനെയൊരു വ്യക്തിയെ പ്രതിപക്ഷ നേതാവായോ ഒരു രാഷ്ട്രീയക്കാരനായോ ഭാരതത്തിലെ ജനങ്ങൾ സഹിക്കും എന്നുള്ളൊരു ചോദ്യം വരും തലമുറ ചോദിച്ചു തുടങ്ങും. അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെയും എൻ്റെയും നിങ്ങളുടെയും എല്ലാം കാലം കഴിഞ്ഞ് ഭാവിയിൽ ചിലപ്പോൾ അടുത്ത ഒരു 1, 2, 3 തലമുറകൾ കഴിഞ്ഞുള്ള ഭാരതീയർ തിരിഞ്ഞു നോക്കുമ്പോൾ ചോദിക്കും, എന്തിനിത്തരത്തിലൊരു രാജ്യദ്രോഹിയെ, രാജ്യവിരുദ്ധനെ നിങ്ങൾ സഹിച്ചു? നേരത്തെ ഇത്തരത്തിലുള്ള ഒരാൾക്ക് പ്രതിക്രിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരമോ നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഭാരതം കുറച്ചുകൂടി നേരത്തെ അഭിവൃദ്ധിപ്പെടില്ലായിരുന്നോ, പരമവൈഭവം കൈക്കൊള്ളില്ലായിരുന്നോ, കൈവരിക്കില്ലായിരുന്നോ എന്നുള്ള ചോദ്യം ഭാവി തലമുറ നമ്മളോട് ചോദിക്കും, എന്നോടും നിങ്ങളോടും ചോദിക്കും. കാരണം അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന, ജനാധിപത്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഭാരതം എന്ന രാഷ്ട്രത്തിൽ ഞാനും നിങ്ങളുമാണ് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധരെ വളമൂട്ടി വളർത്തുന്നത്. അടിസ്ഥാനപരമായിട്ട് ഞാനും നിങ്ങളും വ്യക്തിപരമായിട്ട് ഇപ്പോൾ കേൾക്കുന്ന പ്രേക്ഷകരിൽ ഒരു വ്യക്തി, ഞാനും രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ സമ്മതിദാനാവകാശം നൽകിയിട്ടില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് സാധകമായി നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ടില്ല. എങ്കിൽ പോലും നമുക്ക് ചുറ്റുമുള്ള പലരും ഇത് വിനിയോഗിക്കുന്നത് നാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവരെ ശാരീരികമായി തടഞ്ഞ് വീട്ടിൽ പിടിച്ച് പൂട്ടിയിടണമെന്നല്ല പറയുന്നത്, അവരെ ബോധവൽക്കരിക്കുക. അതിന് നമ്മുടെ മുൻപിൽ ജനാധിപത്യം നൽകിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം ഈ സംവാദങ്ങളും ഇത്തരത്തിലുള്ള വിശകലനങ്ങളുമാണ്. ഇക്കാര്യത്തിൽ, ഈ സംവാദത്തിൽ, ഈ വിശകലനത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് പരമപ്രധാനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.